ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബഹ്റിനിൽ വടംവലിയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, തഗ് ഓഫ് വാർ ബഹ്റിൻ. അപ്പം അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബഹ്റിനിലൊരു വടംവലി മത്സരം നടന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിരവധി മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം. ഈനാച്ചുചേട്ടൻ വെങ്കിടങ്ങും, മോഹൻദാസ് വെങ്കിടങ്ങും, റോയി ആഹാ നീലൂരും, ബിജോ വടനാടും, ജെയിംസ് പറവൂരും, റിജിൻ പറവൂരും, നെവിൻ പറവൂരും, അരുൺ ഭീഷ്മയും, ഏലിയാസ് മറ്റക്കുടിയും, സിബി സെബാസ്റ്റ്യൻ മീനച്ചിലും, സാദത്ത് എടപ്പാളും, ഷാഫി പുളിക്കലും, ഇർഫാൻ JRPയും, ഫൈസൽ ബാബ വൈദ്രിയും, ഷെഫിൻ ഷാഡോസും കേരളത്തിൽ സമ്മാനിച്ച വടംവലിയുടെ പിന്മുറക്കാരിത ജിൻഡല്ലഹലി സ്റ്റേഡിയത്തിന്റെ രണാങ്കണ ഭൂമിയിൽ മാറ്റിരയ്ക്കുകയാണ്. ഈ മത്സരം വീക്ഷിക്കാനെത്തിയ മുഴുവൻ കായിക പ്രേമികൾക്കും തഗ് ഓഫ് വാർ ബഹ്റൈൻ കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വടംവലിയെ സ്നേഹിക്കുന്ന ബഹ്റിനിലെ കൂട്ടായ്മയാണ് തഗ് ഓഫ് വാർ ബഹ്റിൻ എന്ന കൂട്ടായ്മ. ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബഹ്റിനിലൊരു വടംവലി മത്സരം സംഘടിപ്പിച്ചു. തരംഗശൈലി, തോൾശൈലി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി ബഹ്റിനിലെ 10 ടീമുകൾ പങ്കെടുത്ത മത്സരം കാണികൾക്കും കളിക്കാർക്കും ഒരുപോലെ ആവേശം നിറച്ചു. കൈക്കരുത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ വടംവലിയെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളിലേറെയും. ലോകത്തിൻ്റെ ഏത് കോണിലായാലും വടംവലി മലയാളികൾക്ക് ആവേശകരമാണ്. അതുതന്നെയാണ് ബഹ്റിൻ്റെ മണ്ണിലും കണ്ടത്. അല്പം പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ടീമുകളുടെ ആവേശോജ്വലമായ പ്രകടനം എന്ന് തന്നെ ഈ മത്സരത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. തഗ് ഓഫ് വാർ ബഹ്റിൻ്റെയും അരിക്കൊമ്പൻസിൻ്റെയും നേതൃത്വത്തിൽ ബഹ്റിനിൽ നടന്ന ഒരു അന്താരാഷ്ട്ര വടംവലി മത്സരത്തിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വടംവലിയെക്കുറിച്ചും വടംവലിയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, അതൊന്ന് കാണുക. ആ വീഡിയോയിൽ പറയാതെ പോയ ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. വടംവലിയുടെ ആരംഭം എവിടെയാണെന്ന് ഇന്നും വ്യക്തമല്ല. അതിപുരാതനമായ ഒരു കായിക വിനോദമാണ് വടംവലി എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. മുഖാമുഖം നേർക്കുന്നവർ ഏറ്റുമുട്ടുകയാണ്. വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലെന്ന് പറഞ്ഞ രണ്ട് മുന്നണി പോരാളികൾ ഇന്ത്യ, ഈജിപ്ത്, മ്യാൻമർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ആദ്യകാലങ്ങളിൽ വടംവലി മത്സരങ്ങൾ നടന്നതായി കാണുന്നു. ഭാരതീയ പുരാണങ്ങളിലെ ദേവന്മാരും അസുരന്മാരും നടത്തിയ പാലാരി മദനത്തെ ഒരു വടംവലിയായി കണക്കാക്കുന്നവരും ഉണ്ട്. ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന കൊണാർക്ക് സൂര്യദേവ ക്ഷേത്രത്തിൽ ശിലയിൽ ഒരു വടംവലി മത്സരത്തിന്റെ കൊത്തുപണികളുണ്ട്. ചൈനയിലും ഈജിപ്തിലും മ്യാൻമാറിലുമൊക്കെ ഈ വടംവലി മത്സരങ്ങൾ പുരാതന കാലത്ത് നടന്നുവെന്ന് കണക്കാക്കുന്ന രേഖകൾ കിട്ടിയിട്ടുണ്ട്. 1900 മുതൽ 1920 വരെ ഒളിമ്പിക്സിൽ മത്സര ഇനമായിരുന്നു വടംവലി. 1904 സമ്മർ ഒളിമ്പിക്സിലും വടംവലി മത്സരമിനമായി നടന്നു. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരെ, അത്യന്തം ആവേശകരമായ മത്സരം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരെ, അത്യന്തം ആവേശകരമായ മത്സരത്തിലേക്ക് രണ്ട് മുന്നണി പോരാളികളിതാ മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലെന്ന് പറഞ്ഞ രണ്ട് മുന്നണി പോരാളികൾ സെവൻസ് ബഹ്റൈനും ബാസ് പോയിന്റ് സ്പോൺസർ ചെയ്യുന്ന കിങ്സ് ബഹ്റൈനും തമ്മിൽ അത്യന്തം ആവേശകരമായ മത്സരം വടംവലിയുടെ പോരാട്ട പൊരുളത്തിലേക്ക് രണ്ട് മുന്നണി പോരാളികൾ
ജിന്ദൽ അഹ്ലി സ്റ്റേഡിയത്തിൽ മാറ്റിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വെല്ലുവിളികളും മണ്ടത്തരങ്ങളും നിറഞ്ഞ വടംവലിയുടെ കളിയാട്ടക്കാവിലേക്ക് രണ്ട് മുന്നണി പോരാളികൾ മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ ചെയ്യുന്ന വിജയിച്ചിരിക്കുന്നു. ഓരോ മത്സരങ്ങളും പ്രവചനാതീതവും ആവേശകരവുമായിരുന്നു. തരംഗശൈലിയിൽ അരിക്കൊമ്പൻ കൊമ്പന്മാരായപ്പോൾ തോൾ ശൈലിയിൽ കിങ്സ് ബെഹറിൻ രാജാക്കന്മാരായി. വിജയികളായ അരിക്കൊമ്പൻസിനും കിങ്സ് ബെഹറിനും അഭിനന്ദനങ്ങൾ. ഒപ്പം മത്സരിച്ച എല്ലാ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം.